ഇതണ്ട ആന ഇറങ്ങുന്ന സ്ഥലങ്ങളുണ്ടോ, ഡ്രൈവ് കെയർഫുള്ളി. ഇനിയിപ്പോൾ നമ്മളെങ്ങോട്ട് പോകണം അടുത്ത ലൊക്കേഷൻ? മൂലമറ്റം. ഇനി പോണത് കുളമാവ് ഡാം. കുളമാവ് ഡാം, കുളമാവ് നാടുകാണി വ്യൂ പോയിന്റ്. ആ അത് നോക്കാം. അപ്പോൾ അതെ, കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമെന്നുണ്ട്. എന്തായാലും വ്യൂ പോയിന്റ് നാടുകാണിയിലേക്കാണ് അല്ലേ, കുളമാവ് ഡാമിലേക്കാണ്. ഇതുണ്ടോ അപ്പുറത്തും ഇതാണല്ലേ, കുഴിയാണല്ലേ? അപ്പുറത്ത് കുഴിയാണ്. ഇവിടെ മുഴുവൻ ഇത് എന്തിന്റെ വെള്ളക്കെട്ടാണ്? ഇടുക്കി ഡാമിന്റെ ആണ്. കുളമാവ് ഡാമിന്റെ ഏരിയ ആണ്. കുളമാവ് ഡാമിന്റെ ഏരിയ ആണ്. അല്ലെങ്കിൽ ഇവിടെ നിർത്തിയ എന്തിനാന്ന് വെച്ചാൽ ഇതേ ജിജോ പറഞ്ഞത് അവിടെ ഒരു വൈറ്റ് കളർ കാണുന്നുണ്ട് എൻ്റെ വിരലിട്ടത്ത്. അതൊരു കപ്പൽ പണിതിട്ടേക്കണാണ്. കപ്പലാണോ അത് അവിടെ തന്നെ പണിതല്ലേ? അത് ഇവിടെ ഇട്ട് പണിത് ഇവിടെ ഇട്ട് പണിത്. ഓക്കെ, ഇതിലൊരു കപ്പലാണത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ഇത് അതുപോലെ അങ്ങ് അറ്റത്ത് ലാസ്റ്റ് മഞ്ഞ കളർ കിടക്കുന്നതാണ്. ഈ ഡാമിലെ ജലാശയത്തിലെ വെള്ളം കുറവാണ്, ഇത്രയും വെള്ളം കണ്ടാൽ പോരാ. ഈ വെള്ളം മൂലമറ്റം പവർ ഹൗസിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെയാണ് ടണൽ വന്നേക്കണേ. ലാസ്റ്റ് യെല്ലോ കളർ കണ്ടത് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ലാസ്റ്റ് കാണുന്ന യെല്ലോ കളർ അവിടെ ടണൽ വഴി മൂലമറ്റം പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കയറാൻ പോണത്. കുളമാവ് ഡാമിലേക്കാണ്. കുളമാവ് ഡാം കയറി കണ്ട് സംഭവം ക്ലിയർ ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോകും. യാത്ര തിരിക്കാം. പിന്നെ ഇത് അത് മീൻ പിടിക്കാനായിട്ട് വെള്ളം ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ ഇതൊരു ഗ്രാമപ്രദേശമായിരുന്നു. ഇവിടെ ഒരു പള്ളിയും സംഭവം അതിനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ കോൺക്രീറ്റ് ഭാഗമായിട്ടുള്ള കോൺക്രീറ്റ് അത് അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പഴയ വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഡാമിന്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് പണിത് വന്നേക്കണേ. അപ്പോൾ നമുക്ക് കുളമാവ് ഡാമിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ കുളമാവ് ഡാമിന്റെ മേളിൽ കൂടിയാണ്. അങ്ങോട്ട് വീഡിയോ അലോഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അപ്പുറം പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ അല്ലേ ഡാമിന്റെ മേളിൽ കൂടി പോകാൻ നടന്ന് കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങി കാണാം. പക്ഷേ വീഡിയോ ഫോട്ടോ ഒന്നും നടക്കൂല. നാടുകാണി ഇതെത്തി. നാടുകാണി പകുതി ബോർഡാണ്. ഇവിടെ ലാസ്റ്റ് ടൈം ഇടുക്കി വന്നപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളൊരുമിച്ചല്ല വണ്ടിയുടെ സൗണ്ട് നമ്മൾ ചെറുതോണി ഭാഗത്തു നിന്നാണ് വന്നത്. അപ്പം ഇതാണ് തുമ്പിച്ചിമല. അപ്പം ഇവിടെ ഇതിൻ്റെ ബോർഡ് ഇരിപ്പുണ്ട്. തുമ്പിച്ചിമലയാണ്, തുമ്പിച്ചി കുരിശുമല. അതിൻ്റെ ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് കയറിയിട്ടുള്ള നല്ല കാഴ്ചകളുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളുണ്ട്, നമുക്ക് കാണാം. ഇവിടെ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല കേട്ടോ. നമ്മുടെ ബൈക്ക് അവിടെ വെച്ചു. ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം, നിങ്ങൾക്ക് കാർ വാങ്ങാൻ പാർക്ക് ചെയ്യാം. തുമ്പിച്ചി കുരിശുമല അതുകൊണ്ട് നടക്കാൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നാടുകാണിയിലല്ലേ പോയത്. ഈ നാടുകാണിയിൽ പോയിട്ട് എന്താണ് അവിടെ ടിക്കറ്റ് അല്ല ടിക്കറ്റിന്റെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഓൺലൈൻ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താണല്ലേ, കാരണം ഫോണിൽ റേഞ്ച് ഇല്ല. എങ്ങനെ ഒരാൾ വരുമ്പോൾ കയറും. അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ക്ലിപ്പാണ് കട്ട് ചെയ്ത് കളഞ്ഞാൽ കാര്യം കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ നിങ്ങളോട് പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടുക്കിയിൽ വരുമ്പോൾ ഈ പറഞ്ഞാൽ നാടുകാണി കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ റേഞ്ച് ഇല്ല. ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥ അത് ഞാൻ മനസ്സിലാക്കി തന്നാണ്. അപ്പോൾ ജിജോ പറഞ്ഞ് ഒരു കാശും കൊടുക്കേണ്ടത്. തൊട്ടിപ്പുറത്ത് തുമ്പിച്ചിമല ഉണ്ട്, അവിടെ നിന്ന് നല്ല വ്യൂ പോയിൻ്റാണ്, അതൊന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ കേട്ടോ. നമ്മുടെ ഇടുക്കിയിൽ നിന്ന് തുമ്പിച്ചിമല വരെ 34 കിലോമീറ്റർ ഉണ്ട്. കുളമാവ് ഡാം വരെയാണെങ്കിൽ 29 കിലോമീറ്റർ. ഈ 29ൻ്റെ 34 കിലോമീറ്ററിൻ്റെ ഗ്യാപ്പിലാണ് നാടുകാണി വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ കാര്യം ഞാൻ കുറച്ചും പറഞ്ഞ് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ തുമ്പിച്ചിമലയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കയറാണ്ട. ആഹാ, സ്ഥലത്തിയാ എവിടെ? അത് കണ്ടില്ല. അയ്യോ, ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് കാണിച്ചേട്ടാ. നമ്മൾ വണ്ടി അവിടെ വെച്ച് ശേഷം ഇതണ്ട റോഡ് കാണാം. നോക്കിയാൽ വ്യൂ നോക്കി ഇവിടത്തെ എവിടെ അതിൻ്റെ ഇടയിലല്ലേ ചെറിയ ചെറുതല്ല വലുതാണ്. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. മറ്റേ മെയിൻ വ്യൂ പോയിന്റിലേക്ക് പോയാലോ? ഏതാണ്ട് നമ്മൾ മേളിലേക്ക് എത്തി. അവിടെ നിങ്ങോട്ട് വന്ന് ആ കാണുന്ന ടോയ്ലറ്റാണ്. ഇവിടെ നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ ഇരിക്കാനൊക്കെ ആയിട്ട്. ഫാമിലി ആയിട്ട് വന്ന
ഇത് ഈ പള്ളിയുടെ പേര് നോക്കിയില്ല കുമ്പിച്ചിപ്പള്ളി എന്നല്ലേ? കുരിശുപള്ളിയാണല്ലേ? ഒരു 3 മാസം ഇനി ജിമ്മിൽ പോകണ്ട, ആ രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട് ചെയ്യോ. ഇടുക്കി കൊണ്ടുവന്ന് 5 ദിവസം കൊണ്ട് തന്നെ സ്ട്രോങ് ആക്കിയിട്ട് വിടാൻ വേണം ഇവിടുന്ന്. ഓ ഇത് അവിടെ ഒരു വ്യൂ പോയിന്റ് ആണല്ലോ. ഇതിലേ ഇറങ്ങി പോണോ? ഇല്ല ഓഫ് ചെയ്യണല്ല, ഒറ്റ വ്യൂവിൽ കാണിക്കുക. ഈ പോയിന്റ് നോക്കി അടിപൊളി. ഇതെന്താ ഏത് കാണാല്ലേ? ഓക്കെ, മൂലട്ടൻ ടൗണാണ് കാണുന്നത്. താഴെ വെള്ളം പോണേ, മൂലയുടെ പവർ വെള്ളം പോണേ. നമുക്ക് പോണല്ലേ വെള്ളം പോണത്. അത് റംബുട്ടാൻ്റെ തോട്ടം കണ്ടോ? ഓ റംബുട്ടാൻ്റെ അതെ, നെറ്റിട്ട് വെച്ചാൽ റംബുട്ടാൻ തോട്ടം. മലങ്കര ഡാമിൻ്റെ അല്ലേ? ഏലപ്പള്ളി പേരെന്താണ്? ആൽവി ഏലപ്പള്ളി. ഓക്കെ, അടിപൊളി അടിപൊളി. ഇതെന്താ ഇതിനാണോ മിനി പോണ? വേണ്ട വേണ്ട, എല്ലാം കൂടി വേണ്ട. അല്ലേ നമുക്ക് വേറെ കുറച്ച് പരിപാടി ഇല്ലേ? വാ 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 വാ. സൈഡൊക്കെ കെട്ടി വഴിയൊക്കെ കെട്ടി നമ്മുടെ സംഭവം വൃത്തിയായിട്ട് പിടിച്ചിട്ടുണ്ട്. പറന്ന് കാണാം. ഏത് മതക്കാർക്കും കയറി വരാം. ഏത് മതക്കാർക്കും കയറി വരാം. അവിടുത്തെ പോലെ ടിക്കറ്റ് എടുക്കണ്ട, ഫ്രീ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നേർച്ചയിടാം. സ്റ്റാച്ചുകളുണ്ടാവും. വിശ്വാസമുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കാം. അതെ, വിശ്വാസമുള്ളവർക്ക് പ്രാർത്ഥിക്കാം. ഇതിലേ വഴിയുണ്ടല്ലേ? വഴിയിൽ മീനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിറവി ഗുഹ. ബാക്കി അത് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, അതിൻ്റെ മേളിക്കരുന്ന് നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ നമ്മളിത് ഗുഹയിലേക്ക് ഇരുന്ന് താമസിക്കും. എന്താ അവസ്ഥയെന്ന് അറിഞ്ഞുകൂടല്ല. ഇത്രേ ഉള്ളല്ലേ? ഓക്കെ, നമ്മൾ ഇതിൻ്റെ മേളിലൂടെയാണ് ഇപ്പോൾ വന്നത്. കണ്ണുള്ളവരൊക്കെ ഒന്ന് പെട്ടുപോകും. മീനെ വിഴുങ്ങില്ലേ മറ്റേ സംഭവം? അത് മീൻ വിഴുങ്ങിയത്, സ്ലാവ് വിഴുങ്ങിയത് ചെയ്തിട്ട് ഛർദിക്ക് ചെയ്തിട്ട് പഴയ ഇതിലുണ്ടല്ലോ, ബൈബിളിലുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ചെയ്തേക്കുന്നത്. ഇതിലെ വഴിയുണ്ട് അങ്ങോട്ട്. ആഹാ, പിറവി ഗുഹ എന്താന്ന് പറയാ. കുനിഞ്ഞു വേണം പോവാൻ. അതെ, ആ പാറയുടെ അടിവശമാണ്. ഈ വ്യൂ ആണ് നമ്മൾ മേളിൽ നിന്ന് കാണിച്ചു തന്നത്. നേർച്ചപ്പറ്റിയുണ്ട്. ഒരു ആനേനെയും കാണിച്ചിട്ടുണ്ടല്ലോ. ആനയും പാമ്പിനെയും കാണിച്ചിട്ടുണ്ടോ? ഇതുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് ക്രിസ്മസ് കാലത്തുള്ള പക്ഷെ ആനയും പാമ്പും കാടുമായിട്ട് ബന്ധപ്പെട്ട. ഓ, അങ്ങനെ ചെയ്തേക്കണം. ഓക്കെ ഓക്കെ. ആ, ബാക്കിയുള്ള മാനും സംഭവമൊക്കെ അല്ലാതെ അതല്ലാണ്ടുണ്ട്. പൊത്തുകളാണ്. ഇവിടെ മുള്ള മന്നിയൊക്കെ ഉണ്ടാവോ?
ഇല്ല. ഇത് കാടാണ്, കാട്ടിൽ കാണാൻ. എന്നാൽ അതിൻ്റെ വാസസ്ഥലം പാറയുടെ ഉള്ളിലാണെന്നല്ലോ. അപ്പോൾ തുമ്പിച്ചിമലയും പിന്നെ എന്താണ് നാടുകാണി പോയിട്ട് കാണിക്കാൻ പറ്റിയില്ല, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഡാം, കുളമാവ് ഡാം, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്കുള്ളൊരു പോക്കാണ് നമ്മുടെ മൂലമറ്റത്തേക്ക് അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതെ, പലരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് പോകണേ. മൂലമറ്റത്തൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു, കിടിലൻ ഫുഡ് കിട്ടണം. എന്തായാലും സുശീല ചേച്ചിയുടെ ഹോട്ടൽ കാണാനായിട്ട് പോകും. അവിടെ ഒരുപാട് വിഭവങ്ങളുള്ള കറികളുമായിട്ട് ഞാൻ ഞെട്ടിയിരിക്കുന്നതാണ് പറയാനായിട്ട്. എന്താണ് അവസ്ഥയെന്ന് ഞാൻ അവിടെ ചെന്ന് കാണിച്ചത്. അത് അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ഇപ്പം സമയം ഒരുപാടായി, പെട്ടെന്ന് പോയേക്കാം. അതെ അതെ, വാ. ഓക്കെ, ബൈ.